അല്ല, നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? അച്ഛന് ഇച്ചിരി കാറ്റ് കൊള്ളട്ടെ. അച്ഛന് കാറ്റ് കൊള്ളെങ്കിൽ അച്ഛനെ പുറത്തേക്ക് ഇറക്കിയാ പോരെ. തല്ലാനാണെങ്കിലും കണ്ണേട്ടനൊന്ന് എന്റെ അടുത്ത് വരുമല്ലോ. അതൊക്കെ ഇരിക്കട്ടെ. ഊണിഷ്ടായോ? ഉഗ്രൻ. ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. എനിക്ക് വേണ്ടത് കഞ്ഞിയാ. എനിക്ക് പുട്ട ഇഷ്ടം. എല്ലാരും എന്നെ പുട്ടൊരു മിസ് എന്നാ വിളിക്കുന്നത്. പുട്ടുണ്ടായി തരുമേ. ഇറച്ചി ഈ പാത്രത്തിൽ എന്നതാ? പച്ചടിയാ? ഇറച്ചി മീനില്ലാതെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അയ്യയ്യേ, ഇത് എങ്ങനെ ഉണ്ണാനാ? ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴിയിറച്ചില്ലാതെ ഉണ്ടിട്ടില്ല. എനിക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല എന്നറിയാലോ. തൈര് ഒഴിച്ചു വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. ഞാൻ ബർസാനക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധേ. ഇതാണോ ഞാൻ കണ്ടെത്തുന്ന പണിക്കര് പറഞ്ഞ പെൺകുട്ടി? മോള് വേണമെങ്കിൽ അമ്മയുടെ അടുത്തുനിന്ന് കുറച്ച് ഡാൻസ് പഠിച്ചു. അമ്മയുടെ ഡാൻസ് കണ്ടല്ലേ അച്ഛൻ വീണത്. എനക്കും കൊഞ്ചം കൊഞ്ചം മലയാളം അറിയും. ഊണ് കഴിച്ചോ, അവിടെ വിളിച്ചോ, പോ പോ പോ. എനിക്ക് പ്രഷറിന്റെ ഇതെല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കുക? ചേച്ചി, മീൻ വറുത്തൊന്നില്ലേ? കഞ്ഞിവെള്ളം കൊണ്ടേ 7 തരം സൂപ്പ് ഉണ്ടാക്കുന്നവളാ ഞാൻ. ഇതേതാ സ്ഥലം? നമ്മളവിടെ ജപ്പാനിലോ? ഞാൻ ഒന്നും ഓർക്കുന്നില്ല. എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. ചിക്കൻ ബിരിയാണി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞില്ലടാ റാസ്കൽ. ഓണമെത്തി OCR-ഉം OPR-ഉം ഒഴിച്ചടിക്ക് നാടാകെ വാറ്റടിച്ച് വാതുവെച്ച് വാളുവെക്ക് ഷാപ്പിൽ കയറി സ്പിരിറ്റുകൾക്കും കള്ളു വാങ്ങി വലിച്ചടിക്ക് മീൻചാറ് ഉപ്പ് നോക്കി നാക്ക് വെക്ക് നക്കി നോക്കി നാടാകെ വാളുവെക്ക് ഉടുമുണ്ടഴിച്ച് തലയിൽ കെട്ടി കുടിച്ചു കുടിച്ചു വഴക്കടിക്ക് ചറപറാന്ന് തെറി പറയെ നാടാകെ വാളുവെക്ക് ലഹരി മുക്കുമ്പോ നിലത്തിഴയി ഉരുണ്ട് പരണ്ട് പെടഞ്ഞണി. ഈ ഉണക്കത്തമ്പുരാക്കന്മാരുടെ പച്ചക്കറി നീയം അടുത്തപ്പോ മീനുണ്ടാ? അല്ല, മീനുണ്ട് എനിക്ക് വേണ്ടാന്ന് പറയാനാ. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. ചേട്ടാ, കുറച്ച് ചോറിട്ടെ. മനസ്സറിഞ്ഞ് കുശാലായിട്ട് ഒന്നും ഉണ്ണണമെങ്കിൽ ദേ ഇങ്ങനെ മനുവർമ്മ വന്നു ഷവർമ്മയ്ക്കു വേണ്ടി. ഞാൻ സാരിയൊക്കെ കൊടുത്തിരിക്കട്ടെ. എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മുഖത്ത പൊടി. അയ്യോ, എന്റെ മുഖത്ത് കരിയേ ഇല്ല. ലേശമുണ്ട്. ഇതെങ്ങനെയുണ്ടായിരുന്നു? അത് നന്നായിട്ടുണ്ടല്ലേ? അത് മാത്രം കൊള്ളാം. വായു എഴുതി കൂട്ടും. വായില്ല, വായു എനിക്കതല്ല പ്രശ്നം. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണം എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇട്ടാൻ പറ്റില്ല.